നമസ്കാരം. ജാതി പേരുകൊണ്ട് അവർ ആ മനുഷ്യനെ, ആ കുട്ടിയെ, ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിട്ടുള്ള മകനെ കൊന്നു. ഇന്ന് വളരെ വേദനയോടെയാണ് നിതിൻ്റെ വീട്ടിലെ സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവസാന നിമിഷം മകനെ നോക്കിക്കാണുക എന്നതിനേക്കാൾ ഉപരി ആംബുലൻസിൽ നിന്ന് ബോഡി പുറത്തേക്കെടുക്കുന്നതിന് മുമ്പ് തന്നെ ആ വീട്ടിൽ നിന്ന് റോഡിലേക്ക് ഓടിയെത്തുകയാണ് അമ്മ. ആംബുലൻസിൻ്റെ പുറത്ത് കിടന്ന് കരയുന്നു. എന്ത് ചെയ്യണമെന്നറിയാത്ത നിസ്സഹായാവസ്ഥ. കണ്ടു നിൽക്കുന്നവർക്ക് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്ന് പോലും തോന്നുന്ന ഒരു സാഹചര്യമാണ്. വളരെ വേദനയോടെ ആ അമ്മ ഇന്ന് ആ മകനെ യാത്രയപ്പിക്കുന്നു. ഇതിനൊക്കെ കാരണമായി മാറിയത് ജാതി തലയ്ക്ക് പിടിച്ച ഒരു പറ്റം മനുഷ്യരും. മനുഷ്യർ എന്ന് വിശേഷിപ്പിക്കുന്നതിനേക്കാൾ മൃഗങ്ങൾ എന്ന് വിശേഷിപ്പിക്കാൻ പോലും സാഹചര്യം ഒരുക്കുകയാണ്. ഒരുപക്ഷെ മൃഗങ്ങൾക്ക് പോലും എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ദയ തോന്നിക്കാണും. പക്ഷേ ഇവിടെ ഈ മനുഷ്യരായിട്ട് രൂപം കൊണ്ട ഇവർക്കൊന്നും അങ്ങനെ ഒരു ബോധവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സാധാരണക്കാർ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അധ്യാപകരായിരുന്നു അവർ എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. പരീക്ഷയ്ക്ക് തോൽപ്പിക്കും, പരാതിപ്പെട്ടാൽ നിന്റെ ബോഡിയാകും കൊണ്ടുവരിക എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ജാതി പറഞ്ഞ്, നിറം പറഞ്ഞ്, സാമ്പത്തികം പറഞ്ഞ് അവനെ മതിയാവുവോളം അപമാനിക്കുന്നു. ഇതായിരുന്നു ആ അധ്യാപകർ നിതിനോട് ചെയ്തത്. ജീവനെടുത്തത് കോളേജ് കെട്ടിടത്തിൽ ഉണ്ടായിട്ടുള്ള ദുരനുഭവത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്ന് മനസ്സിലാകുന്നു. ആത്മഹത്യയോ കൊലപാതകമോ എന്തായാലും നിതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ അധ്യാപകരുടെ ഏറ്റവും കൊടും നീചമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല എന്നുള്ളതാണ്. എന്തായാലും കോളേജ് കെട്ടിടത്തിൽ നിന്ന് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന മെഡിക്കൽ വിദ്യാർത്ഥിയുടെ ആ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏത് തരത്തിലൊക്കെയായിരുന്നു ഈ കുട്ടിയെ ഈ അധ്യാപകർ അപമാനിച്ചത് എന്നതൊക്കെ ശബ്ദ സന്ദേശങ്ങളായിട്ട് ഇപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞിട്ടുമുണ്ട്. ഒരു ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഈ അധ്യാപകർക്ക് ജോലി നഷ്ടമാകുന്നത്, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടൊരു സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. 2 അധ്യാപകർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥിയും തിരുവനന്തപുരം ചാലക്കാട് സ്വദേശിയുമായ RL നിതിൻ രാജ് എന്ന് പറയുന്ന 23 വയസ്സുകാരനാണ് ഈ ദയനീയമായ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അച്ഛനെയും അമ്മയും അനാഥമാക്കിക്കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആരോപണ വിധേയരായ ഡെന്റൽ അനാറ്റമി വിഭാഗം മേധാവി ഡോക്ടർ MK റാം, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത എന്നിവരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. അധ്യാപകർക്കെതിരെ കുടുംബം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നത്. തൻ്റെ മകനെ ജാതി പറഞ്ഞും സമ്പത്ത് പറഞ്ഞും നിറത്തിൻ്റെ പേരിലും ഒക്കെ അപമാനിച്ചിരുന്നു. സീനിയേഴ്സ് അടക്കം നിരന്തരമായിട്ട് റാഗ് ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ആ കുഞ്ഞ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതായിരുന്നു ഈ കുടുംബത്തിൻ്റെ ആരോപണം. കഴിഞ്ഞ ദിവസം അമ്മയെയും അച്ഛനെയും ഫോണിൽ ബന്ധപ്പെടുന്ന സമയത്ത് പോലും ആ കുട്ടിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അവധിയാണ്, അടുത്ത 4 ദിവസം താൻ വീട്ടിലുണ്ടാകും, താൻ ബാഗ് പാക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ വലിയ സന്തോഷമായിരുന്നു. പക്ഷെ പെട്ടെന്ന് ആ നിമിഷം ഉണ്ടായിട്ടുള്ള ആ ഒരു മാറ്റം, അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തെ എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ ഈ അച്ഛനെയും അമ്മയെയും വിളിച്ച് താൻ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ ആ കോളേജിൽ, ആ ഹോസ്റ്റൽ മുറിയിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ഈ പറയുന്നത് പോലെ ജാതി അധിക്ഷേപം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും നിരന്തരമായിട്ട് ഇത്തരത്തിൽ ജാതി അധിക്ഷേപവും നിറത്തിൻ്റെ പേരിലുള്ള അധിക്ഷേപവും സമ്പത്തിൻ്റെ പേരിലുള്ള അധിക്ഷേപവും ഒക്കെ നിതിൻ നേരിടേണ്ടി വന്നിരുന്നു എന്നുള്ളത് വ്യക്തമാകുന്ന ശബ്ദ സന്ദേശമടക്കം തെളിവായിട്ട് പുറത്തു വന്നു കഴിഞ്ഞു. എന്തായാലും ജാതി അധിക്ഷേപവുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചിട്ടില്ല എന്നും പോലീസ് അന്വേഷണവുമായി സഹകരിക്കുമെന്നുമുള്ള ക്യാപ്സ്യൂളിലാണ് ഇപ്പോൾ ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ വിനോദ് മോനി മറുപടിയായിട്ട് രംഗത്തേക്ക് വരുന്നത്. കോളേജിന്റെ ഭാഗത്ത് നിന്ന് എൻക്വയറി കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു എന്ന് പ്രിൻസിപ്പൽ അറിയിക്കുന്നു. ആരോപണ വിധേയരെ സസ്പെൻഡ് ചെയ്ത് സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്താനാണ് തീരുമാനമെന്നാണ് കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള ന്യായീകരണം. സീനിയേഴ്സിന്റെ ഭാഗത്തു നിന്നും റാഗിംഗ് നേരിട്ടിട്ടെന്ന രീതിയിലുള്ള പരാതികൾ ലഭിച്ചിട്ടില്ല എന്നും പ്രിൻസിപ്പൽ പ്രതികരിക്കുന്നു.
കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് 23 വയസ്സുകാരനായ നിതിൻ ചാടി ആത്മഹത്യ ചെയ്യുന്നത്. വീഴ്ചയിൽ ഗുരുതരമായി പരിക്കേറ്റ നിതിൻ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ മരണപ്പെടുകയായിരുന്നു. ജാതി പറഞ്ഞും സാമ്പത്തികം പറഞ്ഞും നിതിനെ നിരന്തരമായി ഇവിടെ നിന്ന് അധിക്ഷേപിച്ചിരുന്നു എന്ന് ഗുരുതരമായ ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം സംഭവത്തിന് ശേഷം കുടുംബം ആരോപിച്ചു. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് നിതിൻ ഇവിടെ അഡ്മിഷൻ നേടുന്നത്. പഠനം ആരംഭിക്കുന്നു. നിതിൻ നിറത്തിന്റെയും ജാതിയുടെയും സമ്പത്തിന്റെയും സ്ഥിതിയുടെയും ഒക്കെ പേരിൽ പിന്നീട് നിരന്തരമായി അധ്യാപകരിൽ നിന്ന് അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വരികയായിരുന്നുവെന്ന് ബന്ധുക്കളും പറയുന്നു. നിതിനെ മാനസികമായി തളർത്തുകയായിരുന്നു അവരുടെയൊക്കെ ലക്ഷ്യം. HODക്കെതിരെ പരാതി നൽകിയ വലിയ വൈരാഗ്യമുണ്ടായിരുന്നു എന്നുള്ളതും അവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് പിതാവ് ചൂണ്ടിക്കാട്ടി. തന്നോടും ഡോക്ടർ MK റാം മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നാണ് തൻ്റെ മകന്റെ മരണശേഷം ആ പിതാവ് നെഞ്ചിടറിക്കൊണ്ട് പറയുന്നത്. തന്നോട് സംസാരിക്കാൻ നിൽക്കരുത്, താൻ ഉന്നതനായിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, തന്നെ പോലുള്ള മോശമായിട്ടുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളോട് സംസാരിക്കാൻ പോലും എനിക്ക് മടുപ്പാണ് എന്ന തരത്തിലൊക്കെയുള്ള സംസാരമാണ് ഒരു പിതാവ് അല്ലെങ്കിൽ ഗാർഡിയൻ എന്ന നിലയിൽ എന്നോട് ആ അധ്യാപകൻ പറഞ്ഞതെന്ന് പറയുന്നു ആ നിതിൻ്റെ അച്ഛൻ. എന്തായാലും ഇത് സംബന്ധിച്ച പരാതികളൊന്നും തന്നെ കോളേജിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇതിലൊരു നടപടി ഉണ്ടാകാതെ പോയത് എന്നുള്ള ക്യാപ്സ്യൂളിൽ പ്രിൻസിപ്പൽ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ളൊരു മരണം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:45 സ്ഥിരീകരിച്ചു എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ റിസപ്ഷൻ വിഭാഗത്തിൻ്റെയും കോളേജ് ലൈബ്രറി സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൻ്റെയും മധ്യഭാഗത്തായി ചെങ്കൽ പാകിയിട്ടുള്ള സ്ഥലത്താണ് നിതിൻ രാജ് വീണ് കിടക്കുന്നത് കാണുന്നത്. നിതിൻ രാജിനെ അപകടത്തിൽപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ഒരു കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായി എന്ന് പോലും കോളേജ് അധികൃതർ അറിയുന്നത്. ഉടൻ ആശുപത്രിയിലെ അറ്റൻഡർ വിഭാഗം ജീവനക്കാർ അത്യാഹിത വിഭാഗത്തിൽ കുട്ടിയെ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല എന്നാണ് കോളേജ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. നിതിൻ്റെ മരണത്തിന് കാരണം വകുപ്പ് മേധാവിയുടെ ഭാഗത്തു നിന്നുണ്ടായ ജാതി അധിക്ഷേപമാണെന്ന് കുടുംബം ആരോപിക്കുമ്പോൾ അത് ഒരു കോളേജ് അധികൃതരെക്കാൾ ഉപരി നമ്മുടെ കേരളത്തിൽ ഇന്നും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നത് കൂടെയാണ്. ജാതി പറഞ്ഞ്, മതം പറഞ്ഞ്, നിറം പറഞ്ഞ് ഒരു വകഭേദം ഉണ്ടാകില്ല, ഒരു മാറ്റി നിർത്തൽ ഉണ്ടാകില്ല എന്ന് ഉറച്ചു പറയാൻ ഇന്നും കേരളത്തിന് സാധിക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിതിൻ്റെ മരണം. തൻ്റെ മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് നിതിൻ്റെ കുടുംബം. നിറത്തിൻ്റെ പേരിൽ അവനെ പരിഹസിച്ചിരുന്നത് നിരന്തരമായിട്ട് അവൻ വേദനയോടെ തങ്ങളോട് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവനെ കൊന്നതാണോ എന്നുള്ള സംശയവും പ്രകടിപ്പിക്കുകയാണ് നിതിൻ്റെ പിതാവ്. പഠനത്തിൽ മുൻപന്തിയിലായിരുന്ന നിതിനെ വകുപ്പ് മേധാവിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം എന്താണ് എന്നത് അവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് നിറത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ഈ മേധാവി എപ്പോഴും നിതിനെ അപമാനിക്കാറുണ്ടായിരുന്നു. പുഴുത്ത പട്ടിയെ പോലെയാണ് നിന്നെ താൻ കാണുന്നതെന്നതടക്കം പറഞ്ഞുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് ഈ അധ്യാപകൻ നിതിനെ അപമാനിച്ചിരുന്നത്. സംഭവം നടന്ന ദിവസം കോളേജിൽ നിന്ന് വിളിച്ചപ്പോൾ നിതിൻ അപകടം പറ്റിയെന്നും ICUവിലാണ് എന്നും മാത്രമാണ് അറിയിച്ചതെന്നും അമ്മ പ്രതികരിക്കുന്നു. എന്നാൽ പിന്നീട് തിരിച്ചു വിളിച്ചിട്ട് പോലും ആരും ഫോൺ എടുക്കാനോ അതിന് മറുപടി നൽകാനോ കൂട്ടാക്കിയില്ല. ഫോൺ അറ്റൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല, ബോധപൂർവം ഫോൺ കട്ട് ചെയ്യുന്ന പ്രവണതയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ള പരാതിയും ഉയരുന്നുണ്ട്. വകുപ്പ് മേധാവിക്ക് പുറമെ മറ്റ് 2 അധ്യാപകരും മകനെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നും ക്രൂരമായി റാഗിങ്ങിന് നിതിൻ ഇരയായിട്ടുണ്ട് എന്നത് വ്യക്തമാണെന്നും കുടുംബവും ആരോപിക്കുന്നു. 2025 ബാച്ച് വിദ്യാർത്ഥിയായ നിതിൻ രാജ് കഴിഞ്ഞ നവംബർ മാസത്തിലാണ് കോളേജിൽ പ്രവേശനം നേടുന്നത്. തിരുവനന്തപുരം ചാലക്കാട് സ്വദേശിയും പെയിന്റിംഗ് തൊഴിലാളിയുമായ രാജുവിൻ്റെയും ലതയുടെയും മകനാണ് നിതിൻ. ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു, അല്ലെങ്കിൽ ഏക പ്രതീക്ഷയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 2 സഹോദരന്മാരുണ്ട് എന്നൊക്കെയാണ് സൂചന. എങ്കിൽ പോലും കുടുംബത്തിലെ ഒരു ആൺതരി എന്നതുകൊണ്ട് തന്നെ ഈ കുടുംബം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നത്, അല്ലെങ്കിൽ മുൻപന്തിയിൽ അവൻ വരും എന്ന് പറഞ്ഞ് വിശ്വസിച്ചിരുന്നത് അത് അവരുടെ ഒരു ഉറപ്പ് തന്നെയായിരുന്നു. പലപ്പോഴും നിതിൻ തന്നോട് പറയാറുണ്ട്, അച്ഛാ ഞാൻ പുറത്തു പോയി രക്ഷപ്പെട്ടിട്ട് നമുക്കൊക്കെ സ്വസ്ഥമായിട്ട് ജീവിക്കാം എന്ന തരത്തിലൊക്കെ നിതിൻ വലിയൊരു ആത്മവിശ്വാസം
ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. ഒരുപാട് ഫ്യൂച്ചർ മുന്നിൽ കണ്ടിരുന്ന ഒരു കുട്ടിയാണ് നിതിൻ എന്നതാണ് ഇത് തെളിയിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കുട്ടിയെയാണ്, മികച്ച കരിയർ ഉണ്ടായിരുന്ന ഒരു കുട്ടി, ഏറ്റവും കൂടുതൽ നല്ലോണം പഠിക്കാൻ കഴിവുണ്ടായിരുന്ന ഒരു കുട്ടിയെ അധ്യാപകർ ഇത്തരത്തിൽ ജാതിയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിലൊക്കെ അപമാനിക്കുകയും ഇപ്പോൾ ജീവൻ തന്നെ നഷ്ടമാക്കുന്ന രീതിയിലേക്ക് അവരെത്തിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. അന്വേഷണങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് സൂചന. ഇന്നലെ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീപ്പിച്ചിരുത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എന്താ സർപ്രൈസായിട്ട് കൊടുത്തേക്കാൻ. അതുപോലെ എന്താ ഇൻസൾട്ട്, ഓക്കെ ഞാൻ ക്ഷമിച്ച്, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു, അങ്ങറ്റ ക്ഷമിച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഓരോ കുട്ടികളേലും പേപ്പർ കൊടുത്ത് വായിച്ച് നടന്ന് ചിരിക്കുന്നു. അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞ് ഫസ്റ്റ് ആയപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കാം. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് പറയുകയും ചെയ്തു, ക്ലാസ്സിൽ 100-ൽ 99 പേരും തൻ്റെ അടിമയായിരിക്കും. എന്തായാലും അതില്ല, ഞാൻ താനും നിങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ടുള്ളൂ, ഞാൻ സാറ് ഇന്നലെ വിളിച്ചിട്ടേ അല്ല.